ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് യഹൂദ മതവും ഇസ്ലാം മതവും തമ്മിലുള്ള 6 സാമ്യതകളാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1, ഈ രണ്ട് മതവിശ്വാസികളും ഏകദൈവ വിശ്വാസികളാണ്. മുസ്ലിങ്ങൾ അവരുടെ ഏകദൈവത്തെ അറബിയിൽ അള്ള എന്ന് വിളിക്കുമ്പോൾ ഹീബ്രു ഭാഷയിൽ യഹൂദികൾ അവരുടെ ദൈവത്തെ ഏൽ എന്ന് വിളിക്കുന്നു. നമ്പർ 2, മുസ്ലിങ്ങളും യഹൂദരും മലക്കുകൾ, മാലാഖമാർ എന്ന വിഭാഗത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുപോലെ ആദം മുതലുള്ള പ്രവാചകന്മാരും ഈ മതവിശ്വാസികൾ വിശ്വസിക്കുന്നു. നമ്പർ 3, ഈ ജീവിതത്തിന് ശേഷം ഒരു ജഡ്ജ്മെന്റ് ഡേ വരാനുണ്ടെന്നും ഒരു പുനരുത്ഥാനമുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ് ഈ രണ്ട് മതവിശ്വാസികളും. നമ്പർ 4, യഹൂദ മതവും ഇസ്ലാം മതവും സെമിറ്റിക് വിശ്വാസികളാണ്. നമ്പർ 5, ഈ രണ്ട് മതങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അബ്രാഹിം എന്നത്. വിശ്വാസികളുടെ പിതാവ്, ജനാവലികളുടെ പിതാവ്, ദൈവത്തിന്റെ സ്നേഹിതൻ എന്നീ പേരുകളിൽ അബ്രഹാം ബൈബിളിൽ കാണാൻ കഴിയും. നമ്പർ 6, ഇവരുടെ മതഗ്രന്ഥങ്ങളിലെ രണ്ട് ഭാഷകൾ തമ്മിലും വളരെ സാമ്യതകളുണ്ട്. രണ്ട് ഭാഷകളും വലത്തുനിന്നും ഇടത്തോട്ട് എഴുതുന്ന രീതിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.